Hey guys, welcome back to my YouTube channel. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി 3 ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇൻഷോട്ടും VN പിന്നെ നമ്മുടെ ക്യാപ്കട്ടും. അപ്പൊ ക്യാപ്കട്ട് എന്ന് വെച്ചാൽ എന്റെ ഈ ഫോണില് അധികം അത് കിട്ടുന്നില്ല ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോവാണ്. പിന്നെ അതിന്റെ ഓരോ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ ക്യാപ്കട്ട് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ VN അത്ര തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ട്രാൻസിഷൻ അതൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ മാത്രമേ VN യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇൻഷോട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇൻഷോട്ടിൽ ഞാൻ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, പിന്നെ ഫോട്ടോസ് എങ്ങനെ കൊളാജ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്, എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്കും ഒരു എഡിറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആവാൻ പറ്റും ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് ഇവിടെ ഞാൻ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഈ 3 ഓപ്ഷൻ കിട്ടും, വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയും കൊളാജ് എന്ന് പറഞ്ഞിട്ടും. അപ്പൊ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. ഫോട്ടോസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും റൈറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതൊക്കെ ഈ ഫോട്ടോസിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ കൊളാജ് എന്ന് വെച്ചാൽ 2 ഫോട്ടോ നമുക്ക് സിംഗിൾ ഫോട്ടോ ആയിട്ട് കിട്ടണം, കൊളാജ് ചെയ്യണം. അപ്പം അതിനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് വീഡിയോസിന്റെ ഓപ്ഷൻ കാണാം കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഇവിടെ ന്യൂന്നും വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴത്തുള്ളതൊക്കെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പൊ ന്യൂല് ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ ഗാലറിയിൽ ഏതൊക്കെ വീഡിയോസ് ഉണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും. ഫോട്ടോസ് വെച്ചാൽ ഗാലറിയിൽ ഏതൊക്കെ ഫോട്ടോസ് ഉണ്ടോ അത് ഇവിടെ ഉണ്ടാവും. ഓൾ എന്ന് വെച്ചാൽ രണ്ടും ഫോട്ടോസും വീഡിയോസും ആയിട്ട് ഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്റേത്. അപ്പൊ ഞാൻ ആ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ ഒരു വീഡിയോ എടുത്തു. ഫോട്ടോസിൽ പോയിട്ട് ഞാൻ 2 ഫോട്ടോസും കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ, 2 ഫോട്ടോസ് എടുത്തു. എന്നിട്ട് ഇവിടെ താഴെ നോക്കിയ ടിക്ക് മാർക്ക് ഉണ്ട് ഗ്രീൻ കളറിൽ. അപ്പൊ ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഇവിടെ വന്ന് കിട്ടും. ഇവിടെ കറക്റ്റ് ആയിട്ട് 2 ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ താഴെ കണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ക്യാൻവാസ് എന്നാണ്. അപ്പൊ ഈ ക്യാൻവാസിൽ റേഷ്യോ ഉണ്ട്, സൂം ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. റേഷ്യോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഏത് റേഷ്യോയിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് ആ റേഷ്യോയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ റീൽസിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. അപ്പൊ റീൽസിന്റെ 9:16 ആണ്. അപ്പൊ 9:16 ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എടുക്കാം. പിന്നെ സൂം എന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. സ്ക്രീനിൽ തൊട്ടിട്ട് ഇതൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്കിതാ ഇങ്ങനെ അതിന്റെ കറക്റ്റ് ഫിറ്റിങ്സ് കിട്ടും. അപ്പൊ നമുക്കിപ്പം ഇത് വേണ്ട, റേഷ്യോയില് ഞാൻ റീൽസിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. എന്നിട്ട് കറക്റ്റ് ഫിറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സൂം ഓപ്ഷൻ മനസ്സിലായല്ലോ, എത്ര വേണം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഏത് കളർ വേണോ ആ കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇവിടെ ഗ്രേഡിയന്റും ഉണ്ട്, നമുക്ക് ഡബിൾ കളർ വേണ്ടിക്ക് അതും കൊടുക്കാം. പാറ്റേൺസ് ഉണ്ട്. അപ്പൊ പാറ്റേൺസ് വേണമെങ്കിൽ ഏത് പാറ്റേൺസ് വേണോ അതൊക്കെ കൊടുക്കാം. ടെക്സ്ചർ ആയിട്ടും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ടെക്സ്ചർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മുടെ അതും അല്ലാണ്ട് ഈ മുകളിൽ കാണുന്നത് കണ്ടോ, നമ്മുടെ അതേ വീഡിയോ ബ്ലറായിട്ട് ഇവിടെ കാണിക്കും. അപ്പൊ എത്ര ബ്ലർ വേണം അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇതാണ് ഈ റേഷ്യോ, സൂം ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എടുക്കുന്നില്ല. സൂം ഞാൻ നോർമൽ ആക്കി വെച്ചിട്ടുണ്ട്. റേഷ്യോ ഞാൻ 9:16 ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക്, ഇവിടെ സിംഗിൾ ടിക്ക് മാർക്ക് ഉണ്ട് റൈറ്റ് സൈഡിൽ. ആ സിംഗിൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോന് മാത്രമേ അത് അപ്ലൈ ആവുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടിക്ക് മാർക്ക് ഉണ്ട്. അപ്പൊ ഈ ഡബിൾ ടിക്ക് മാർക്കിൽ നമ്മൾ എത്ര വീഡിയോസ് ഇവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ടോ ആ വീഡിയോസിന് മൊത്തം ഈ ഫീച്ചർ അപ്ലൈ ആവും. ഓക്കെ, അപ്പൊ ഞാൻ സിംഗിൾ ടിക്ക് മാർക്കാണ് കൊടുക്കുന്നത്. ഈ വീഡിയോന് മാത്രം ഫീച്ചർ അപ്ലൈ ആവും. ഇനി അടുത്തത് നമ്മുടെ ഓഡിയോ ആണ്. അപ്പൊ ഈ ഓഡിയോയിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, പിന്നെ AI സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു പുതിയ ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം മ്യൂസിക്കിൽ പരിചയപ്പെടുത്തി തരാം. മ്യൂസിക് ഓപ്പൺ ചെയ്താൽ ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് മ്യൂസിക്സ് വരും കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടോ, റെട്രോ, റിലാക്സ്, പോപ്പ്, ട്രാവല് അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പൊ അതേതേലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് ഇവിടെ യൂസ് കണ്ടോ, യൂസ് കൊടുത്താൽ നമുക്ക് ഇവിടെ മ്യൂസിക് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും.
ഇതാ കണ്ടോ, ഇവിടെ നമ്മുടെ മ്യൂസിക്സ് വോയേജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ വോയേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, മുകളിൽ കണ്ടോ ഈ ടിക്ക് മാർക്ക്. ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോയിൽ മ്യൂസിക് ആഡ് ആയി എന്നാണ് അർത്ഥം. ഇനി ആ മ്യൂസിക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഓഡിയോയിൽ പോവുക. എന്നിട്ട് ഇവിടെ ഈ മ്യൂസിക്കിന്റെ ഇതുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മ്യൂസിക് ഡിലീറ്റ് ആയി കിട്ടും. ഇനി വേറെ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏത് വേണോ അത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിൽ ഒരു സോങ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ആ സോങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്നുണ്ടല്ലോ, അതാ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് സോങ് ആണ്, ഇതിപ്പോ നിങ്ങളുടെ വീഡിയോയില് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഏത് സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു വീഡിയോന്റെ സോങ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ പാട്ട് ആഡ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഈ മ്യൂസിക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണ്ടേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഡൗൺലോഡ് ചെയ്യാനെന്ന് വെച്ചാൽ നിങ്ങൾ റെക്കോർഡ് ഉണ്ടല്ലോ, റെക്കോർഡർ ഇൻബിൽട്ട് ആയിട്ട് ഓരോ ഫോണിൽ റെക്കോർഡർ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് റെക്കോർഡ് ഇട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്കോർഡറാണ് കേട്ടോ. അപ്പൊ അത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബിൽ പോയിട്ട് ഏത് സോങ് വേണോ ആ സോങ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഗാലറിയിൽ സേവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വരിക, മ്യൂസിക്കിൽ പോവുക, എക്സ്ട്രാക്ട് എടുക്കുക. ഇവിടെ ഓൾറെഡി ആഡ് ആയിട്ടുണ്ടാവും. അപ്പം ഏത് സോങ് വേണോ ആ സോങ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മ്യൂസിക്കിന്റെ സിസ്റ്റം. അപ്പൊ മ്യൂസിക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് എഫക്ട്സ് ആണ്. ഈ എഫക്ട്സിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ട്രാൻസിഷനും അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു സൗണ്ട്, ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവല്ലോ. അപ്പൊ ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള അങ്ങനെ കുട്ടി കുട്ടി സൗണ്ട്സ്, റെയിനിന്റെ, ബെല്ലിന്റെ സൗണ്ട്, വെഹിക്കിൾ സൗണ്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എഫക്ട്സിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ റെക്കോർഡാണ്. റെക്കോർഡ് എന്ന് വെച്ചാൽ റെക്കോർഡ് ഇങ്ങനെ ഓൺ ചെയ്തിട്ട് നമ്മളിപ്പോ ഓൺ വോയിസ് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ആദ്യം ക്ലിക്ക് ചെയ്താൽ നമുക്കത് റെക്കോർഡായി കിട്ടും. പിന്നെ ഇവിടെ എപ്പോഴും ടിക്ക് മാർക്ക് ഉണ്ട്, ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാൻ ഓർക്കണം. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ഇവിടെ ആഡ് ആവുള്ളൂ. ഇവിടെ ആഡ് ചെയ്ത് വീണ്ടും ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോസിൽ ആഡ് ആവുള്ളൂ കേട്ടോ. അല്ലോ ഇനി നമ്മുടെ AI സ്പീച്ച് ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അറിയില്ല ഗൈസ്. നിങ്ങൾ ഇൻഷോട്ടിൽ പോയി കഴിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോ മുകളിൽ കണ്ടോ എന്റർ ഓർ പേസ്റ്റ് ദി ടെക്സ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഹായ് ഹലോ എന്താ വേണ്ടേ ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ എന്തേലും വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ കുറേ അവതാർസ് ഉണ്ട്. ഈ അവതാർസ് ഒക്കെ സംസാരിക്കും. Hi, this is my voice tone. സ്പീച്ച് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇൻഷോട്ടിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന AI സ്പീച്ച് ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഏത് വേണോ സൗണ്ട്, ഇതൊക്കെ ഡിഫറെന്റ് സൗണ്ട്സ് ആണ്. അപ്പൊ ഏത് സൗണ്ട് വേണോ അത് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കേണ്ടതെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ താഴെ സ്റ്റാർട്ട് എന്നുണ്ട്. അപ്പൊ ആ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ അത് കുറച്ച് സമയം ഇങ്ങനെ പ്രോഗ്രസ്സിലാവും. പ്രോഗ്രസ് ആയി കഴിഞ്ഞിട്ട് അത് സക്സസ്ഫുള്ളി ഇവിടെ ആഡ് ആയിട്ട്. അപ്പൊ ഇത് നമ്മുടെ മ്യൂസിക് ആണ്, ഇത് നമ്മുടെ റെക്കോർഡാണ്, ഇത് നമ്മുടെ AI സ്പീച്ച് ആണ്. ഓക്കെ, അപ്പൊ AI സ്പീച്ച് നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ നിങ്ങൾ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഏത് പാർട്ടിൽ വേണോ ആ സ്പീച്ച് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സോങ്ങും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഏത് പാർട്ടിൽ വേണോ അത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ AI സ്പീച്ചിന്റെ പ്രത്യേകത. പിന്നെ ഈ AI സ്പീച്ചിൽ ഇനിയൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഇത് നമ്മുടെ ഒരു ഗ്രീൻ കളറിലാണ്, ബാക്കിയൊക്കെ ബ്ലൂ ആൻഡ് റെഡ് മിക്സ്ഡ് കളറിലാണ് ഉള്ളത്. അപ്പൊ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ പ്രോ ആണ്. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേയ്മെന്റ് കൊടുക്കണം, മന്ത്ലി 300 സംതിങ് പേയ്മെന്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് യൂസ് ചെയ്യാത്തത് കുറെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ സ്കിന്നി കളർ ആയിട്ടുള്ളതുണ്ട്, സ്കിന്നി കളറിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ AI സ്പീച്ച്. അപ്പൊ ഈ ഇത്രയാണ് മ്യൂസിക്കിന്റെ ഓപ്ഷനിലുള്ള. ഇനി നമുക്ക് ഈ മ്യൂസിക് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അതിനായിട്ട് ഞാൻ ഈ മ്യൂസിക് മാത്രം എടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഈ റെക്കോർഡിംഗിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ആവും. പിന്നെ AI സ്പീച്ചും അങ്ങനെ തന്നെ. AI സ്പീച്ചിന് ഒന്ന് തൊടുക, ഡിലീറ്റിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി മ്യൂസിക്കിനെ തൊടുക, ഇവിടെ എഡിറ്റ്
അപ്പൊ അത് കഴിഞ്ഞ് അതാണ് ഈ എഡിറ്റിൽ വരുന്നത്. പിന്നെ വോളിയൂം നിങ്ങൾക്ക് എത്ര വോളിയൂം വേണോ അത് കൂട്ടും കുറക്കും ചെയ്യാം ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് സ്പ്ലിറ്റ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു മിഡൽ പാർട്ട് വേണ്ട, ഇവിടെയും പിന്നെ ഇവിടെയും, ഇത് രണ്ടിന്റെ നടുക്ക് വരുന്ന നമ്മുടെ മിഡൽ പാർട്ട് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാ വേണ്ടാത്ത അവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുത്താൽ ഇതിപ്പോ 2 പാർട്ടായി മാറി. ഇനി അടുത്തത് ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക. അപ്പൊ ഇത് 2 പാർട്ടായി മാറി, 3 ഭാഗമായിട്ട് മാറി. ഇനി നമുക്ക് വേണ്ടാത്ത പാർട്ട് മിഡൽ പാർട്ടാണ്, അതൊന്ന് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അത് ഡിലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പോർഷൻ കിട്ടൂല. അപ്പൊ അതാണ് ഈ സ്പ്ലിറ്റിന്റെ ഗുണം. പിന്നെ സ്പ്ലിറ്റിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾക്കിത് നിങ്ങളിപ്പോ അറിയാണ്ടാണ് ഈ സ്പ്ലിറ്റ് ചെയ്തു പോയത്. അപ്പൊ അതാ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ റീഡു ആവും. അപ്പൊ നമ്മൾ പഴയ പോർഷനിൽ എത്തും. ഇതാ ആ കംപ്ലീറ്റ് സോങ് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പ്ലിറ്റ് ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്തു, ഇപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇതാ സെക്കൻഡ് പാർട്ട് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെ വേണ്ടതെന്ന് സെക്കൻഡ് പാർട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറയുകയും ചെയ്യാം, റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ എഫക്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് ഓപ്ഷൻ. അപ്പൊ ഞാൻ എന്താ റീഡു ചെയ്യുന്നുണ്ട്, പഴയ പാട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിലീറ്റ് ഓപ്ഷൻ അറിയാലോ, അത്. പിന്നെ നമ്മുടെ സ്പീഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാട്ട് എത്ര സ്പീഡിൽ വേണോ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പറ്റും. പിന്നെ വരുന്നതാണ് വോയിസ് എഫക്ട്. വോയിസ് എഫക്റ്റും നമ്മുടെ AI സ്പീച്ച് ഉണ്ടല്ലോ അതേ രീതിയിലുള്ള ഒരു പാട്ടിന്റെ വോയിസ് എഫക്റ്റ് ആണ്. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത പെണ്ണിന്റെ വോയിസ്, ആണിന്റെ വോയിസിൽ വരും. വോയിസ് എഫക്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇത് പാട്ട് കോപ്പി ചെയ്യുന്നത്, ഈ കോപ്പി ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും സെക്കൻഡ് സെയിം പാട്ട് തന്നെ കിട്ടും. ഇപ്പൊ നമുക്ക് ആ കോപ്പി ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇതേ പാട്ടിന്റെ ഇനിയൊരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ പാട്ട് ഇവിടെ വരെയേ ഉള്ളൂ, ഇവിടെ എൻഡായി. അതിന്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മ്യൂസിക്കിൽ വരുന്ന ഓപ്ഷൻ കേട്ടോ. അപ്പൊ എല്ലാവർക്കും മ്യൂസിക് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്യാൻവാസും കഴിഞ്ഞു, ഓഡിയോവും കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ്. അപ്പൊ ഈ സ്റ്റിക്കേഴ്സിൽ എന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെ സ്റ്റിക്കർ നമുക്ക് ആഡ് ചെയ്യാനുണ്ടോ അതൊക്കെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് ഇപ്പൊ ക്യാപ്പ് ഞാൻ എടുത്തു, എന്നിട്ട് എന്റെ തലയിൽ ഇതായി ക്യാപ്പ് ഇങ്ങനെ വെക്കാം. അങ്ങനെ ഇവിടെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോസിന്റെ ഇതുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത്, ഇപ്പൊ ഞാൻ AI കൊണ്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് കഴിച്ചത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് സ്റ്റിക്കർ മാതിരി ഇവിടെ എവിടെ വേണോ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ സ്റ്റിക്കർ ഓപ്ഷനിലുള്ള. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആണ്. അപ്പൊ ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എല്ലാവർക്കും വേണ്ടുന്നത്. കാരണം അധികം ടെക്സ്റ്റ് ചെയ്തലാണ് എല്ലാവരും എന്താ പറയാ എങ്ങനെയാണെന്ന് അറിയാത്തത്. അപ്പൊ ടെക്സ്റ്റ് ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാനിവിടെ അഞ്ജന എന്റെ പേര് തന്നെയാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടോ ഈ ഒരു കീബോർഡ് മാതിരിയുള്ള അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താ വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കളേഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ടെക്സ്റ്റ് കളേഴ്സ് ഏത് വേണോ ആ ടെക്സ്റ്റ് കളർ കൊടുക്കാൻ പറ്റും. ഞാൻ എന്താ ഒരു യെല്ലോയിഷ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോർഡർ കളർ അടുത്തത് നമുക്ക് ഏത് ബോർഡർ കളർ വേണോ ആ ബോർഡർ കളർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ താഴെ നമ്മുടെ ഇത് കണ്ടോ പെർസെന്റ് ആയിട്ട് പോകുന്നത്, അപ്പൊ അത് എത്ര പെർസെന്റ് വേണോ എത്ര കുറക്കണം അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഷാഡോസ്, അപ്പൊ നിങ്ങളുടെ ഇവിടെ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി, ഞാൻ കുറച്ച് സൂം ചെയ്ത് തരാം. അപ്പൊ ഈ ടെക്സ്റ്റില് ഞാൻ ഷാഡോസിനെ താഴത്തുള്ള ഈ പെർസെന്റേജ് കുറച്ച് കൂട്ടും കുറക്കും ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഷാഡോ മുകളിലും താഴത്തും ആവുന്ന കാണാൻ പറ്റും. ഷാഡോന്റെ കളറും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പിങ്ക് കളർ കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഷാഡോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്ലോ, ഇപ്പൊ ഇതിന് ഒരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോ കൊടുക്കുക. കണ്ടോ 2 ടൈപ്പ് ഗ്ലോ ഉണ്ട്. ഒരു ടൈപ്പ് ഫുള്ള് ബ്ലർ ഒരുപാട് സ്പ്രെഡ് ആവുന്ന മാതിരിയുള്ള ഗ്ലോ ഉണ്ട്. പിന്നെ നോർമലായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലോവും കൂടി ഉണ്ട്. അപ്പൊ ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലേബലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓരോ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ലേബൽ കൊടുത്താൽ ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു ലേബൽ വൈറ്റ് കളർ ഏത് ലേബൽ വേണോ അത് കൊടുക്കുക. ഇവിടെ താഴെ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻ ഉണ്ട്, ഏതൊക്കെ ടൈപ്പിലാണ് ലേബൽ വേണ്ടതെന്നുള്ളത്. അപ്പൊ അതും നിങ്ങൾക്ക് ഇവിടെ എടുത്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒപ്പാസിറ്റി എന്ന് വെച്ചാൽ ടെക്സ്റ്റ് എത്ര ലൈറ്റ് ആയിട്ടും എത്ര ഡാർക്ക് ആയിട്ടും കിട്ടണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 0 കൊടുത്ത ടെക്സ്റ്റ് കാണുന്നില്ല. ഇനി അത് നമുക്ക് ഇപ്പൊ നമ്മുടെ വാട്ടർ മാർക്ക് ഒക്കെ ചെയ്യുമല്ലോ, നമ്മുടെ പേരിൽ വാട്ടർ മാർക്ക് എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ് ചെയ്യും. കാരണം നമ്മൾ ലൈറ്റ് ആയിട്ടാണ് വാട്ടർ മാർക്ക് കൊടുക്കാറ്. അപ്പൊ എത്ര ലൈറ്റ് വേണോ ആ ഒരു ഒപ്പാസിറ്റിയിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി വേണ്ട ഫുള്ള് വേണമെങ്കിൽ 100% ഒപ്പാസിറ്റി വെച്ചാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ കളറിലുള്ളത്. നെക്സ്റ്റ് വരുന്നത് AA, അതായത് നമ്മുടെ ഏതൊക്കെ സ്റ്റൈൽസ് ഫോണ്ട് സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പൊ ഇൻബിൽട്ട് ആയിട്ട് ഇൻഷോട്ടിൽ കുറച്ച് സ്റ്റൈൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ വേണോ അത് യൂസ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫോണ്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.
പിന്നെ വരുന്നതാണ് നമ്മുടെ അലൈൻമെന്റ്. അലൈൻമെന്റ് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഇത് എത്ര സൂം വേണോ അത്ര സൂം ചെയ്യാം. പിന്നെ നീളം, എന്തൊക്കെ നീളം വേണോ അത് ചെയ്യാം. പിന്നെ സ്പേസ് അതും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ താഴെ ബോൾഡ് ഉണ്ട്, ഇറ്റാലിക് ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്. പിന്നെ ഇത് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഇത് മോഷൻ, ഇപ്പൊ ടെക്സ്റ്റ് ഏതൊക്കെ രീതിയിലാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യും, ബാക്ക് സൈഡ് മൂവ് ചെയ്യും, ഇങ്ങനെ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മൂവ് ചെയ്യാനുള്ളത് അപ്പൊ ആ രീതിയിൽ ഇത് മൂവ് ചെയ്ത് കാണിക്കും. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു പെർസെന്റ് കണ്ടോ, നമുക്ക് എത്ര സ്പീഡിലാണ് അത് മൂവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫുൾ സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുക. കണ്ടോ, വേഗം മൂവ് ചെയ്യും. ലാസ്റ്റ് 1 സെക്കൻഡിൽ എത്തിച്ച 1 സെക്കൻഡിന്റെ ആ രീതിയിലേ മൂവ് ആവുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ടിക്ക് മാർക്ക് കൊടുത്താൽ നമ്മുടെ ഇത് ഇവിടെ ആഡ് ആയി കിട്ടിയിട്ടുണ്ട് ടെക്സ്റ്റ്. ഓക്കെ, യെസ്, ടെക്സ്റ്റ് ആഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ടെക്സ്റ്റ് എത്ര വരെ നമുക്ക് വേണോ അത്ര വരെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുൾ വീഡിയോക്കും എൻ്റെ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റ് ഞാൻ ഇത് കുറച്ച് സ്ലാൻറ്റിലാണെന്നുള്ളത്, ഇത് കുറച്ച് സ്ട്രെയിറ്റ് ആക്കണം എൻ്റെ ഈ ടെക്സ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്ക്രീനിൽ കണ്ടോ ആ ടെക്സ്റ്റ് താഴെ വന്നു, ആ ടെക്സ്റ്റിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് മുകളിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇൻടു മാർക്ക് ഉള്ളത് ആ ടെക്സ്റ്റ് ഡിലീറ്റ് ആയി കളയും. ഇവിടെ എഡിറ്റ് മാതിരിയുള്ള അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ താഴെയുള്ള ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണോ അങ്ങനെ നമുക്ക് ടേൺ ചെയ്തും സൂം ഇന്നും സൂം ഔട്ട് ചെയ്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്രക്ക് വേണം എന്നുള്ളത്. പിന്നെ ഇവിടെ ആ ടെക്സ്റ്റ് തൊട്ടിട്ട് നമുക്ക് എവിടെയാണോ ഈ ടെക്സ്റ്റ് വെക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ താഴെ വന്നിട്ട് ഇവിടെയാണ് ഈ ടെക്സ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ഓപ്ഷനിലുള്ള. ഇനി അടുത്തത് വരുന്നത് എഫക്ട്സ് ആണ്. എഫക്ട്സിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ എഫക്ട്സ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എഫക്ട്സിൽ നമുക്ക് ഇപ്പൊ ഈ വീഡിയോ എനിക്ക് സൂം ചെയ്യണം, സൂം ആയിട്ട് വീഡിയോ പ്ലേ ചെയ്യണം. അപ്പൊ ഞാൻ സൂം ആയിട്ട് വീഡിയോ പ്ലേ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര സൂം വേണം എന്നുള്ളത്, സ്പീഡ് എത്ര വേണമെന്ന്. ഞാൻ സ്പീഡ് മാക്സിമം കുറച്ചിട്ടുണ്ട്. അപ്പൊ ആ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സ്പീഡിൽ ഇവിടെ സൂം ചെയ്ത് കിട്ടും. ഇവിടെ ഒരുപാട് എഫക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെ എഫക്ട്സ് വേണോ കണ്ടോ, ഇതെന്ന് വെച്ചാൽ കണ്ടോ വരുന്നത് ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ഒക്കെ ഏതാ വേണ്ട അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വരുന്ന AI എഫക്ട്സ്. AI എഫക്ട്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേമാതിരി ഒരു വൈറ്റ് കളർ, ഗ്രീൻ കളർ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് ഈ ഫിൽറ്റർ. ഫിൽറ്റർ എന്ന് വെച്ചാൽ അറിയാലോ, മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്ന തന്നെ ആയിരിക്കും, ഗാലറിയിലൊക്കെ ഉണ്ടാവും. ഏത് ഫിൽറ്റർ വേണോ ആ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ നെക്സ്റ്റ് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് സെയിം, ലൈറ്റ് എത്ര വേണം, കൂട്ടണോ കുറക്കണോ എന്നുള്ളത്, കോൺട്രാസ്റ്റ് എത്ര വേണം, പിന്നെ ടിന്റ്, വാം അതൊക്കെ എത്ര വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഈ അഡ്ജസ്റ്റ്മെന്റിലുള്ള. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന ഓപ്ഷനൊക്കെ നമ്മുടെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞു, ഇനി വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എഫക്റ്റിൽ പോവുക, ഏത് ഫിൽറ്ററാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറെ ഈ ഓപ്ഷൻ ഓൺ ആയി കിട്ടും. ഓപ്ഷൻ ഓൺ ആകുമ്പോൾ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിപ്പോ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടാൻ പറ്റും. ഇനി അഥവാ ഈ ഫിൽറ്റർ വേണ്ട ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് എഫക്റ്റിന്റെ ഓപ്ഷൻ. അപ്പൊ ഫിൽറ്ററും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് വരുന്ന പീപ്പാണ്. പീപ്പ് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പം വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ക്രീനിൽ നമുക്കൊരു കാര്യം കാണിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഗിറ്റാർ വായിക്കാണ്. അപ്പൊ എന്റെ തന്നെ ഗിറ്റാറിന്റെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ അവിടെ മുകളിൽ എനിക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഈ പീപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഫോട്ടോസും വീഡിയോസും ഇവിടെ മുകളിൽ കണ്ടോ, വീഡിയോസും ഫോട്ടോസും എല്ലാം വരും. അപ്പൊ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് കൊടുക്കാം, ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഗിറ്റാറിന്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഗിറ്റാറിന്റെ ഈ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇവിടെ ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ, ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര സൂം വേണം, എത്ര കുറവ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്ര ഞാൻ കുറച്ചൊന്ന് സൂം ഇൻ ചെയ്തിട്ട് ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പീപ്പിനെ കൊണ്ടുള്ള ഗുണം. പിന്നെ എത്ര വേണം, ഏത് വരെ വേണം ലെങ്ത്, അത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം, എത്ര വരെ വേണം ആ പീപ്പ് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ വീഡിയോസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഫോട്ടോസിന് ഞാൻ കൊടുക്കുന്നില്ല. വീഡിയോസ് ഇത്രക്ക് എൻഡ് ചെയ്യും. അപ്പൊ ഇത്ര വരെയാണ് ഞാൻ എന്റെ പീപ്പിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പീപ്പിന്റെ ഓപ്ഷൻ. ഇനി ഇവിടെ PIP. അപ്പൊ ഇവിടെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആ ഓപ്ഷൻ ഓൺ ആയി കിട്ടും. അപ്പൊ എഡിറ്റ് എന്ന് വെച്ചാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇനിയിപ്പോ വൈറ്റ് അല്ല മൊസാക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഒപ്പാസിറ്റി, നിങ്ങൾ ഒപ്പാസിറ്റി നോക്കിയതല്ലേ, അപ്പൊ അത് എത്ര ഒപ്പാസിറ്റി വേണോ അതൊക്കെ ഇവിടെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രക്ക് ഒപ്പാസിറ്റി വെക്കാം. പിന്നെ വരുന്ന ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, എത്ര വേണം എന്നുള്ളത് ഡ്രാഗ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ വരുന്ന സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് അറിയാലോ, ഇപ്പൊ നമുക്ക് പകുതി പാർട്ട് ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്രോപ്പ് ചെയ്താൽ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡിലീറ്റ് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവും. പിന്നെ ഫിൽറ്റർ, അതിന് ഏതൊക്കെ ഫിൽറ്റർ വേണോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആനിമേഷൻ എന്ന് വെച്ചാൽ ഇതാ ആനിമേറ്റ് ചെയ്തു. ഏത് രീതിയിലാണ് അത് വരുന്നത് കണ്ടോ, സൂം ചെയ്താൽ ആയിട്ടായിരിക്കും വരാം. വെറും ആ ഒരു പീസ് ഓപ്ഷൻ മാത്രമേ അങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ ആനിമേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്രോപ്പ്, ക്രോപ്പ് എന്ന് വെച്ചാൽ എത്ര പാർട്ടാണ് വേണ്ടത് അതിങ്ങനെ നമുക്ക് ക്രോപ്പ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ആ പാർട്ട് മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ക്രോപ്പ്. പിന്നെ ബ്ലെൻഡ് ഓപ്ഷൻ ഉണ്ട്. ബ്ലെൻഡ് സെയിം, എത്രക്ക് വേണോ ഒപ്പാസിറ്റി എത്രക്ക് വേണോ ആ രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം. ഇവിടെ കുറെ ബ്ലെൻഡിങ്ങിന്റെ ഒരു ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, പിന്നെ സ്പീഡ്, ഇവിടെ ഡ്യൂറേഷൻ, സ്പീഡൊക്കെ എത്ര വേണം അത്രയ്ക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് ഈ PIP-യിലുള്ള, അത് മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം PIP കഴിഞ്ഞു. പിന്നെ അടുത്തത് ഇവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ സ്പ്ലിറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ വീഡിയോസിന്റെ ആണ് കേട്ടോ. ഇതുവരെ നമ്മൾ എഡിറ്റ് ചെയ്തതിന്റെ സ്പ്ലിറ്റ് ഓപ്ഷൻ ആണ് കാണിക്കുന്നത്. ഈ വീഡിയോന്റെ സ്പ്ലിറ്റ് ഓപ്ഷൻ ആണ് ഇത്. ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് നെക്സ്റ്റ് എവിടെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്, നമ്മുടെ ഈ മെയിൻ വീഡിയോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്യാം എവിടെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഡിലീറ്റ് ഓപ്ഷൻ അറിയാലോ. ഡിലീറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ട, ഇപ്പൊ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഫോട്ടോ. ഈ ഫോട്ടോ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ അത് നമ്മുടെ ഇതിന്ന് ഡിലീറ്റ് ആയിപ്പോ. ഒരു ഫോട്ടോ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഡിലീറ്റ് ഓപ്ഷൻ. പിന്നെ നമ്മുടെ വോളിയൂം ഓപ്ഷൻ, ഇതിപ്പോ ഫോട്ടോ ആയതുകൊണ്ട് വോളിയൂം വരില്ല. വീഡിയോന്റെ വോളിയൂം ഓപ്ഷൻ ഉണ്ട്. അപ്പൊ വീഡിയോന്റെ വോളിയൂം ഓപ്ഷൻ, ഇപ്പൊ നിങ്ങൾ സോങ് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസിന് സൗണ്ട് ഉണ്ടാവല്ലോ, നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോന്റെ കാറ്റും അതൊക്കെ സൗണ്ട് ഉണ്ടാവും. അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുൾ മ്യൂട്ട് ആക്കി വെക്കാം. അപ്പൊ ഫുള്ള് മ്യൂട്ട് ആവും. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഡബിൾ ടിക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിനോ ആ വീഡിയോസിന് ഫുള്ള് വോയിസ് ഇല്ലാണ്ടാവും. വെറും ഈ ഒരു വീഡിയോന് മാത്രം വോയിസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ ടിക്ക് മാർക്ക്, റൈറ്റ് സൈഡിലുള്ള സിംഗിൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ വോയിസും കൊടുക്കാം. അതാണ് ഈ വോള്യൂം. പിന്നെ ഉള്ളതാണ് സ്പീഡ്. ഇപ്പൊ മാക്സിമം സ്ലോ ആയിട്ട് വരണമെന്നുണ്ട് നമ്മളെ വീഡിയോ, അല്ലെങ്കിൽ സ്പീഡ് ആയിട്ട് പോകണമെന്നുണ്ട്, അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വീഡിയോന് ആനിമേഷൻ ആണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ എനിക്ക് സൂം ആക്കി കിട്ടണം, ആനിമേറ്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ സൂം ആയിട്ട്, അതായത് ഇത് സ്റ്റാർട്ടിങ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഒരു ഷേക്ക് ആയിട്ടാണ് സ്റ്റാർട്ടിങ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷേക്ക് ആക്കി ആനിമേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. സൈഡിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആനിമേറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ ആനിമേറ്റ് ചെയ്യാം. സർക്കിളിലായിട്ടും ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് വേണോ ആ രീതിയിൽ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്രോപ്പ്, ഈ വീഡിയോ എത്ര വരെ ക്രോപ്പ് ചെയ്യണം അതറിയാലോ, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത്രക്ക് ക്രോപ്പ് ചെയ്ത് ഒന്ന് സൂം ഫിറ്റ് ഇൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് അത്രക്ക് ക്രോപ്പ് ആയി കിട്ടും. വേറെ ഉള്ളത് നമ്മുടെ മാസ്ക് ആണ്. മാസ്കില് നിങ്ങൾക്ക് ഇപ്പൊ സർക്കിൾ ആയിട്ടാണ് നിങ്ങളുടെ ഇത് വേണോ, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ വേണം, എവിടെയാണ് ഈ ഹാർട്ട് വേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് വീഡിയോ ഹാർട്ട് ഷേപ്പിൽ കിട്ടും. യെസ്, കണ്ടോ, ഇപ്പോ മാസ്ക് ഓക്കെ ഹാർട്ട് ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ എഫക്ട് യൂസ് ചെയ്തുകൊണ്ട് കിട്ടുന്നതല്ല. അപ്പം ഇപ്പൊ ഞാൻ ഈ ഫോട്ടോ കണ്ടോ, ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ കൊടുത്ത ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോന് ഞാൻ ഇപ്പൊ മാസ്ക് ചെയ്യാണ്. ഹാർട്ടിലാണ് മാസ്ക് ചെയ്യുന്നത്. എന്നിട്ട് എവിടെ വേണോ അവിടെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ ഫോട്ടോ കണ്ടോ പ്ലേ ചെയ്യുന്ന സമയത്ത്, ഇത് നമ്മുടെ വീഡിയോ ആണ്, വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്. അപ്പൊ വീഡിയോ എൻഡ് ചെയ്ത് ഫോട്ടോ വരുമ്പോൾ നമുക്ക് ആ ഹാർട്ട് ഷേപ്പിൽ ഫോട്ടോ കിട്ടും. അതാണ് ഈ മാസ്കിന്റെ ഗുണം കേട്ടോ. പിന്നെ ഒപ്പാസിറ്റി, ആ വീഡിയോ എത്ര ഒപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വീഡിയോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് റൊട്ടേറ്റിലാന്നുള്ളത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആക്കണം, അല്ലെങ്കിൽ തല തിരിഞ്ഞാക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ടാപ്പ് ചെയ്യാം. താഴത്ത് ഇവിടെ ടാപ്പ് ചെയ്താൽ റൊട്ടേറ്റിൽ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏത് രീതിയിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ റിവേഴ്സ്, അതായത് ഈ വീഡിയോ ഇപ്പൊ ഫ്രണ്ടിലാണ് പ്ലേ ചെയ്യുന്നത്. റിവേഴ്സ് ക്ലിക്ക് ചെയ്താൽ ബാക്ക് ടു ഫ്രണ്ടിലേക്ക് വീഡിയോ വരും. ഓരോ നിങ്ങൾ യൂട്യൂബൊക്കെ വീഡിയോ കാണുമ്പോൾ അവർ ആദ്യം ബാക്ക് നിന്ന് ഫ്രണ്ടിലേക്ക് വന്ന് എന്നിട്ട് ഫ്രണ്ട് ഇൻട്രോ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പൊ ആ രീതിയിൽ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ റിവേഴ്സ് ക്ലിക്ക് ചെയ്താൽ അത് റിവേഴ്സ് ആവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ഓപ്ഷനിലുള്ള. ഇനിയിപ്പോ ഞാൻ എല്ലാ ഫിൽറ്ററും ഞാൻ ഉണ്ടു ചെയ്യാണ്. അപ്പൊ ഞാൻ എന്റെ പഴയ ഇതിലേക്ക് എത്തിക്കാണ്. അപ്പൊ എല്ലാ എഫക്ട്സും ഫിൽറ്റേഴ്സും സോങ്സും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, എല്ലാം ഇപ്പൊ ഞാൻ മാക്സിമം എല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പൊ എന്റെ പഴയ വീഡിയോ ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോവും ഈ ഫോട്ടോയിലും വരുന്ന കുറച്ച് മാറ്റങ്ങൾ കാണാം. ഇപ്പൊ വീഡിയോന്റെ ലെങ്ത് ലോങ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വരെയാണ് വീഡിയോ ഉള്ളത്. അപ്പൊ ഇത്ര എനിക്ക് വേണ്ട, നമുക്ക് ഇതിന്റെ ഹാഫേ വേണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത്ര വരെ കൊണ്ടുപോയി എന്നിട്ട് നമ്മുടെ സ്പ്ലിറ്റ് ഓപ്ഷൻ കൊടുത്തു. അപ്പൊ ഇത് 2ആയി സ്പ്ലിറ്റ് ആയി. എന്നിട്ട് സ്പ്ലിറ്റ് ആക്കിയത് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു.
അപ്പൊ എന്തായി നമുക്ക് വീഡിയോ ഇത്ര ചെറുതായിട്ട് കിട്ടി, ചെറിയ വീഡിയോ ആയി കിട്ടി. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ആരോ മാർക്ക് കണ്ടോ, ഈ ഡാഷ് ഉള്ളത്, സ്ട്രെയിറ്റ് ലൈൻ ഉള്ളത്, അത് ക്ലിക്ക് ചെയ്ത് എവിടെ നിന്നാണോ നമ്മുടെ വീഡിയോ തുടങ്ങേണ്ടത് അവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ട്രാൻസിഷൻ വേണം. അപ്പൊ ഇവിടെ ഒരു സ്ലാന്റ് മാർക്ക് കാണുന്നുണ്ടോ താഴത്ത്, അത് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഒരു ബ്ലർ ആയിട്ട് വരും. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അത് ബ്ലാക്ക് ആയിട്ട് വരും. ഇവിടെ റേഷ്യോസ് ഉണ്ട്, എത്ര സ്പീഡിൽ വേണം എന്നുള്ളത്. 2.5 മാക്സിമം ഇട്ടാൽ നമുക്കത് ആ രീതിയിൽ ട്രാൻസിഷൻ കിട്ടും. അപ്പൊ ഞാൻ ഈ ട്രാൻസിഷൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ വീഡിയോ ആണ്, ട്രാൻസിഷൻ ആയിട്ട് ഫോട്ടോയിലേക്ക് വന്നു. ഇനി വീണ്ടും ഫോട്ടോസിനെ വീണ്ടും ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫോട്ടോ ട്രാൻസിഷൻ ആയിട്ട് ഇനി ഒരു വീഡിയോയിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയാണ് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ചാൽ സ്ക്രീനിന് ഫിറ്റ് അല്ല, ഐ മീൻ ഈ ഫോട്ടോ. അപ്പൊ സ്ക്രീനിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക, താഴെ വന്ന് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് സെലക്ട് ആവും. എന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ തൊട്ടിട്ട് ഒന്ന് ഫോട്ടോ സൂം ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് സൂം ആയി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ വരുന്ന ഒരു എഡിറ്റിംഗ് പ്രോസസ്സ്. ഇൻഷോട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഈ ഇൻഷോട്ട് എന്നുള്ള വാട്ടർമാർക്ക് കണ്ടോ, അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻടു മാർക്ക് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫ്രീ റിമൂവൽ എന്നുണ്ട്. ഫ്രീ റിമൂവൽ കൊടുത്താൽ നമുക്ക് ആഡ് വരും. അപ്പൊ ആഡ് ഒരു 30 സെക്കൻഡ്സ് ആഡ് ആയിരിക്കും. ആ ആഡ് കണ്ടാൽ ഈ ഇൻഷോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ പോയി കിട്ടും. എന്നിട്ട് ഇനി നമുക്കിത് സേവ് ചെയ്യണം. അപ്പൊ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഓക്കെ. അതിന് മുന്നേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പം അയ്യോ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ എവിടെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഫോട്ടോ ആഡ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഈ ഒരു കേസർ കൊണ്ടുപോയിട്ട് അവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ സൈഡിൽ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഒരു റെഡ് കളറിൽ വൈറ്റ് കളറിൽ ഒരു പ്ലസ് മാർക്ക്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിക്കും വീഡിയോ വേണോ ഫോട്ടോ വേണോ അഥവാ ബ്ലാങ്ക് വേണോ ഏതാ വേണ്ടതെന്നുള്ളത് കാണിക്കും. ആ വീഡിയോ ഓർ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് വേണോ ഫോട്ടോസ് വേണോ ഏത് വേണോ അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോസിലുള്ള ഫീച്ചേഴ്സ്. ഇനി ഇത് സേവ് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് കണ്ടോ ഗൈസ്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സേവ് ഉണ്ട്, റെസൊല്യൂഷൻ ഉണ്ട്. അപ്പൊ സേവ് ഓപ്ഷൻ, സേവ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറച്ച് ലോഡ് ആവും. അത് ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സേവ് ആയി കിട്ടും. ഓക്കെ, യെസ്, വീഡിയോ സേവ്ഡ്, വീഡിയോ ഇപ്പൊ സേവ് ആയി. അപ്പൊ വീഡിയോസിന്റെ ഓപ്ഷൻ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഓപ്ഷൻ നമ്മുടെ ഫോട്ടോസ് ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഫോട്ടോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫോട്ടോസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ന്യൂ എന്ന് കാണിക്കും, ന്യൂല് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വീഡിയോസ് ഒന്നും കാണിക്കൂല കേട്ടോ, വെറും ഫോട്ടോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഫോട്ടോസ് എടുക്കാണ്. എന്റെ ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, സെയിം ഗിറ്റാർ വായിക്കുന്നതിന്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെയിം നമ്മൾ വീഡിയോസിൽ കണ്ട അതേ ഓപ്ഷൻ ആണ് കേട്ടോ. ക്യാൻവാസ് എന്ന് വെച്ചാൽ അറിയാലോ, ഏത് റേഷ്യോയിലാണ് നിങ്ങൾക്ക് ഫോട്ടോ വേണ്ടത് ആ റേഷ്യോയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ 9:16 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൂം, എത്രക്ക് സൂം വേണോ അത്ര സൂം ചെയ്ത് സൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ്. പിന്നെ ഫിൽറ്റർ, നിങ്ങൾക്ക് ഏത് ഫിൽറ്റർ വേണോ അത് യൂസ് ചെയ്യാൻ പറ്റും വീഡിയോസിൽ. അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ്, ലൈറ്റ് ഒക്കെ എത്ര വേണോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഫക്ട്സ് എന്ന് വെച്ചാൽ വീഡിയോ ഇപ്പം ഏത് രീതിയിൽ അപ്പൊ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഏത് എഫക്റ്റിലാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കാം കേട്ടോ. ഇവിടെ കൊടുത്താൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അൺലോക്ക് ഫീച്ചറിന് കൊടുത്തത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ക്യാഷ് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി AI എഫക്റ്റ് ഉണ്ട്. AI എഫക്റ്റ് എന്ന് വെച്ചാൽ വീഡിയോസിന് ഐ മീൻ ഫോട്ടോന് നമ്മുടെ ഈ ഒരു ഇതേമാതിരി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഞാൻ എന്റെ സൈഡിൽ നിന്നൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എഫക്ട്സ് നന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. AI എഫക്റ്റ് നമുക്ക് കൊടുക്കാം. AI എഫക്റ്റിൽ എന്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ഇതേമാതിരി ഞാൻ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, എത്ര വേണം ആ രീതിയിൽ നമുക്ക് എഫക്ട്സ് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ആഡ് ആയി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റിക്കേഴ്സ് നേരത്തെ കണ്ട മാതിരി ഏതൊക്കെ സ്റ്റിക്കേഴ്സ് വേണോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് ടെക്സ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ആ ടെക്സ്റ്റിന്റെ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. ടെക്സ്റ്റിന്റെ ബ്ലാക്ക് ആക്കുന്നുണ്ട്. ഷാഡോ ഞാൻ വൈറ്റ് ഷാഡോ കൊടുക്കുന്നുണ്ട്. ബോർഡർ ഞാൻ ഒരു ഗ്രേ കളർ കൊടുക്കുന്നുണ്ട്. ഗ്ലോ ഞാൻ കൊടുക്കുന്നില്ല, അപ്പൊ നമുക്ക് ഗ്ലോ വേണ്ട. ലേബിളും ഞാൻ കൊടുക്കുന്നില്ല. ലേബിൾ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ കണ്ടോ ഈ ഒരു റൗണ്ടിൽ ഒരു സ്ലാന്റ് ആയിട്ടുള്ള ഡാഷ് മാർക്ക്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്ലോ ഓർ ലേബൽ എന്താണ് വേണ്ടാത്ത അതൊന്നും കിട്ടൂല കേട്ടോ. അപ്പൊ ഇത്രക്കാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അലൈൻമെന്റ് ഇത്രക്ക് കൊടുക്കുന്നത്, ടെക്സ്റ്റ് കുറച്ച് വലുതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പീപ്പ്, ഇതേ ഇതിൽ നമുക്ക് എന്തെങ്കിലും പീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. വീഡിയോസിൽ കണ്ട മാതിരി തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇനിയിപ്പം ആഡ് ചെയ്യണം എന്ന് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ പീപ്പിൽ ഞാൻ ഇത് കുറച്ച് ക്രോപ്പ് ചെയ്യാണ്. അവിടെ തന്നെ ഞാൻ വീഡിയോസിൽ പറഞ്ഞ മാതിരി തന്നെയാണ് ആ സെറ്റിംഗ്സിൽ ഇവിടെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എഡിറ്റ് ചെയ്യാം. പീപ്പിന്റെ ഓപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രക്ക് ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ കുറച്ച് ലൈറ്റ് ആയിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് ഇതാ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പീപ്പായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിമൂവ്, അതായത് ഇവിടെ എന്തെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാനുണ്ടോ, ഇവിടെ ക്ലിക്ക് ടാപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു പാർട്ട് ഒരു ബ്ലർ രീതിയിൽ കിട്ടും, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ മാതിരി. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കാണണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുത്താൽ ഒരു ബ്ലർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്കൊരു ബ്ലർ ആയി കിട്ടും. ഇറേസ് അതിന് വേണ്ട, അത് നോർമൽ പൊസിഷനിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഇറേസ് കൊടുത്തിട്ട് ഇറേസും ചെയ്യാൻ പറ്റും. അതാണ് റിമൂവിന്റെ ഓപ്ഷൻ. പിന്നെ വരുന്നത് നമ്മുടെ മാസ്ക്, നേരത്തെ കണ്ട മാതിരി ഇപ്പൊ ഹാർട്ട് ഷേപ്പിൽ വേണോ ഏത് ഷേപ്പിൽ വേണോ എന്നുള്ളത് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. യെസ്. പിന്നെ ഇതാ ക്രോപ്പ്, എത്രക്ക് വേണോ ആ ക്രോപ്പും ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ റൊട്ടേറ്റും ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസിൽ വരുന്ന ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഫോട്ടോസിനെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതാ സെയിം റൈറ്റ് സൈഡ് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയി കിട്ടും. അപ്പം വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കൊളാജ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് ഫോട്ടോസിനെ കൊളാജ് ചെയ്യാൻ പറ്റും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ വീഡിയോസ് കൊളാജ് ചെയ്യാൻ പറ്റില്ല, ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആ കൊളാജ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഗ്രിഡ് ഉണ്ട്, ഫ്രീ സ്റ്റൈൽ ഉണ്ട്, AI ബ്ലെൻഡ് ഉണ്ട്, സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഗ്രിഡ് കാണിച്ചു തരാം. ഗ്രിഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഫോട്ടോസ് വേണോ അതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. മാക്സിമം 9 ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ എന്താ ഒരു 5 ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡ് ഈ ടിക്ക് മാർക്ക് കണ്ടോ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ലേഔട്ടിൽ ഏത് ടൈപ്പ് വേണോ ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ലെയർ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, എവിടേക്കാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് യെസ് ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അതാ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോട്ടോസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോർഡർ എന്ന് വെച്ചാൽ സൈഡ് ഇവിടേക്ക് ഇങ്ങനെ ബോർഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ക്യാൻവാസ് ഏത് റേഷ്യോയിൽ വേണോ ആ റേഷ്യോയിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഴുതി കൊടുക്കാം. ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ബാക്കിയൊക്കെ എഡിറ്റിംഗ് ഫീച്ചറൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന മാതിരി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സ്, ഫിൽറ്റേഴ്സ് ഉണ്ട്. സെയിം ഫോട്ടോസിൽ എങ്ങനെയാണോ ആ ഒരു സെയിം ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗ്രിഡിൽ വരുന്നത്. ഇനി ഫ്രീ സ്റ്റൈലിൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഒരു 3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ 3 ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ടൈപ്പിലാ വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റേഷ്യോ എടുക്കുക. റേഷ്യോ നമുക്ക് 9:16 റേഷ്യോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത് ഇപ്പൊ പ്രിന്റ് എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം, ഫോട്ടോസ് ഒക്കെ ഒരു A4 സൈസ് ഷീറ്റിൽ കിട്ടണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് കൊളാജ് ഓപ്ഷനിൽ AI ബ്ലെൻഡ് ആണ്. ഈ ബ്ലെൻഡ് ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാക്സിമം 2 ഫോട്ടോ തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആ ഒരു ഫോട്ടോസും പിന്നെ ഒരു ഈ ബൈക്കിന്റെ ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ മിഡൽ പാർട്ടിൽ കണ്ട ഒരു ബ്ലെൻഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു അല്ലെങ്കിൽ സാധാരണ നമ്മൾ കൊളാജ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയി കിട്ടും. ഇതിപ്പോ നമുക്ക് ഇവിടെ കണ്ടോ, ബ്ലെൻഡ് ആവുന്ന കണ്ടോ ഗൈസ് ഫോട്ടോ, അങ്ങനെ നമുക്ക് ബ്ലെൻഡ് ആയി കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. എവിടെയാണോ ബ്ലെൻഡ് വേണ്ടേ അവിടേക്ക് നമുക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. എത്ര ഓപ്റ്റിമസിൽ ബ്ലെൻഡ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ മിഡലിൽ ചേഞ്ചസ് വരുന്ന കണ്ടോ ആ ഒരു ഇതായിട്ടൊക്കെ ചേഞ്ചസ് വരുന്നത് ഇപ്പൊ കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ബ്ലെൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ബ്ലെൻഡ് ഓപ്ഷനിലുള്ള റേഷ്യോ. സെയിം ഏത് റേഷ്യോയിൽ വേണോ ആ റേഷ്യോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ റൈറ്റ് സൈഡ് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്താൽ നമ്മളത് ഗാലറിയിൽ സേവ് ആവുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ ഗൈസ് കണ്ടില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ സിമ്പിൾ ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, എങ്ങനെ എഡിറ്റ് ചെയ്യാന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കേണ്ട, വേഗം ഈ ഒരു പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. പിന്നെ ഇൻഷോട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല, അത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വേണം അവൈലബിൾ ആക്കാൻ. അപ്പം ക്യാഷ് കൊടുക്കാണ്ടും കുറച്ച് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ വീഡിയോസ് മൊത്തം എഡിറ്റ് ചെയ്യാറ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടാ. പിന്നെ ഇനിയും ഞാൻ എന്തേലും ഇതേമാതിരി എഡിറ്റിംഗ് ആപ്പിനെ പറ്റി എന്തേലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാട്ടാ ഗൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.